ഹായ്, നമസ്കാരം. സജു റീക്രിയേഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് അവരെ സ്വാഗതം ചെയ്തോളുന്നു. ഞങ്ങളിന്ന് രാവിലെ മൂകാംബിക ദേശീയതലത്തിലുള്ള കുടജാദ്രിയിലേക്കുള്ള യാത്രയിലാണ്. ഞങ്ങളുടെ കൂടെ വേറെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. ഇവിടെ പേര് സതീഷാണ്. സ്ഥലം പാലക്കാട് നിന്നാണ് സതീഷ്. സതീഷിന്റെ ഫാമിലി, വൈഫ്, 2 മക്കളുണ്ട്. പിന്നെ കൂടെ വേറെ 2 ലേഡിയും കൂടെ ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ശേഷം കുറച്ചുകൂടെ താണ്ടി ജീപ്പിലാണ് യാത്ര ചെയ്യുന്നത്. ഭായിയുടെ പേരെന്താ? പ്രവീണാണ് പുള്ളി. നമ്മുടെ സാരഥി പ്രവീണാണ്. അദ്ദേഹത്തിന്റെ വണ്ടിയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുടജാദ്രിയിലുള്ള ഇവിടുന്നുള്ള കാഴ്ചകളെല്ലാം ഞങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. നല്ല ക്ലൈമറ്റ് ആണ്. മഞ്ഞ് രാവിലെ പോയിരുന്നെങ്കിൽ നല്ല മഞ്ഞുണ്ടായിരുന്നു, കോട ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ കുറവായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വൈഫും 2 മക്കളാണ്. അവന് യാത്ര അടിച്ചു പൊളിക്കട്ടെ നമുക്ക്. നമുക്ക് അടിച്ചു പൊളിച്ചിട്ട് വരാം. ഞങ്ങൾ ചാനലല്ലേ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ ഞങ്ങൾക്ക് മുമ്പിൽ ഞങ്ങളിവിടെ വന്നപ്പോ രാവിലെ ഞങ്ങൾക്ക് യാത്രയിൽ ചെറിയ പ്രോബ്ലം. വന്നവരെല്ലാം 4 വണ്ടി വരെ മുന്നിൽ പോയി. അതിലൊന്നും ഞങ്ങൾക്ക് കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ രണ്ടാമത് ഇപ്പൊ വന്ന നമ്മുടെ വണ്ടിയിലാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. വെടികൾ എടുക്കാൻ പറ്റാതെ എടുത്ത് പുള്ളിക്കാണെങ്കിൽ മൊബൈൽ തട്ടി എവിടെയെങ്കിലും വീഴാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ദർശനം പറയണം. ഇതിനു മുമ്പ് ജീപ്പ് സഫാരി ചെയ്തിട്ടുണ്ട്. ജീപ്പ് സഫാരി ചെയ്തത് എനിക്ക് തോന്നുന്നു എന്നൂര്, കണ്ണൂർ, വയനാട്ടിലുള്ള എന്നൂര് എന്നുള്ള സ്ഥലത്ത് പോയപ്പോഴാണ് ജീപ്പ് സഫാരി ചെയ്തത്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജീപ്പ് ഫോറസ്റ്റിനകത്തോടുള്ള യാത്രയാണ്. നല്ല രാവിലെ നല്ല ക്ലൈമറ്റ്, വെള്ളം, നല്ല മഞ്ഞ്. അതുപോലെ തന്നെ രാവിലെ ആകുമ്പോൾ നല്ല കോടയുണ്ടായിരുന്നു. ആ കോടയൊക്കെ കുറഞ്ഞത്. ഞങ്ങൾ പണ്ട് പോയിട്ടുള്ളത് ഇവിടെ നിന്ന് വന്നിട്ട് രൂപപ്പെട്ടവര് ഞങ്ങൾ പോയിട്ടില്ലാണ്. താഴെ ഒരു ഹോട്ടലിനടുത്താണ് നമ്മൾ വണ്ടി പോയിട്ടുള്ളത്. അവിടെ പോയി വണ്ടി പോയിട്ട് അവിടെ നിന്നാണ് ഞങ്ങള് യാത്ര തിരിച്ചത്. കുടജാദ്രിയിലേക്കുള്ള യാത്രയിലാണ്. പോകുന്ന വഴിയില് സൗണ്ടൊക്കെ ചിലപ്പോൾ പ്രോബ്ലങ്ങൾ ഉണ്ടാവും. ഇവിടെ തന്നെ പറയുന്നുണ്ട്. എത്രത്തോളം ക്ലാരിറ്റി കിട്ടുമെന്ന് അറിയില്ല. നമ്മുടെ കൂടെയുള്ള തൃശ്ശൂരുകാരൊക്കെ നല്ല എൻജോയ് ചെയ്യുന്നുണ്ട്. എൻജോയ് ചെയ്തൊക്കെയാണ് പോകുന്നത്. ഇവിടെ നെറ്റ് കിട്ടുന്നു. അവര് തന്നെ
പുലിയൊക്കെ ഇറങ്ങുന്നത് പുലി ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഫോറസ്റ്റ്. ചെറിയ രീതിയിൽ ഫോറ തിരിയുന്നുണ്ട്. അവിടെ റോഡ് എങ്ങനെ ഉണ്ടോ? ഞങ്ങളിപ്പോ യാത്ര ജീപ്പിൽ യാത്രയാണ്. ജീപ്പ് യാത്രയാണ് അല്ലേ? നല്ല ഫോറസ്റ്റിനകത്തുള്ള യാത്രയാണ്. നല്ല റിസോർട്ട് പോകാൻ പറ്റുന്നുണ്ട്. വരാൻ പറ്റുന്നവരൊക്കെ വരിക, വന്നാൽ ഇതേപോലെ എൻജോയ് ചെയ്തിട്ടുള്ള ജീപ്പിനകത്ത്. നല്ല കോട ഇറങ്ങിയിട്ടുണ്ട് അവിടെ. രാവിലെ ആയിരുന്നെ കുറച്ചുകൂടെ നല്ല കോടയുടെ. എത്ര മണിക്ക്? 8:30 മണിക്ക്. ഇവിടുത്തെ ഒരു ഗ്രാമമാണെന്ന് തോന്നുന്നു. സ്ഥലം ഇതിന്റെ പേരെന്നറിയില്ല. നമ്മള് പോവേണ്ട വഴി അടുത്താണ് തോന്നുന്നു. ഞങ്ങളിതിപ്പം മൂകാംബിക പോകുന്ന വഴിയാണ്. നിട്ടൂർ എന്നുള്ളൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു ചെറിയ സിറ്റിയാണെന്ന് തോന്നുന്നു. ആൾക്കാരൊക്കെ ഇവരൊക്കെ നല്ല എൻജോയ് ചെയ്തു. നേരത്തെ നല്ല രീതിയിൽ എടുക്കാൻ പറ്റില്ല, മുഖമൊന്നും കാണാൻ പറ്റില്ല. നമ്മുടെ യാത്ര, ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. എല്ലാം ടീച്ചർമാരാണ് കേട്ടോ. ദേവം ടീച്ചറാണ്, അവരുടെ മക്കള്. ഇതെന്റെ മകൾ അനഘ, ശ്രീകല. ഞങ്ങളിന്ന് യാത്ര തിരിച്ച വണ്ടി ഇതാണ്. ഈ വണ്ടിയിൽ നിന്നാണ് യാത്ര തിരിച്ചിരിക്കുന്നത്. ഇവിടെ നിന്ന് കൊല്ലൂരിൽ നിന്ന് നേരെ കുടജാദ്രിയിലേക്കുള്ള യാത്രയാണ്. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. തൃശ്ശൂരിൽ നിന്ന് 2 പേരും, പിന്നെ വേറെ ഒരു മറന്നുപോയി, അവരുമായിട്ടാണ് ഞങ്ങൾ യാത്ര തിരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഒരു നെട്ടൂർ എന്ന സ്ഥലത്ത് ഞങ്ങളിപ്പോൾ കഴിക്കാനായിട്ട് ഇറങ്ങി. ഞങ്ങളെല്ലാം ഡ്രൈവർ കഴിക്കാൻ ഇറങ്ങിയതുകൊണ്ട് ഇപ്പം നമ്മൾ കുടജാദ്രിയിൽ പോകുന്നത് വരെയുള്ള കിലോമീറ്ററിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞാൽ 40 കിലോമീറ്ററാണ് അവർ പറഞ്ഞത്. ഇപ്പം വരുന്ന റോഡെല്ലാം നല്ല റോഡ് തന്നെയാണ്. നമുക്കിനി ഓഫ് റോഡുണ്ട്, തിരിഞ്ഞ് കയറാനൊക്കെ കുറച്ച് റിസ്ക്കിലുള്ള റോഡ്. പക്ഷെ നല്ല രസമുള്ള യാത്രയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ വരുന്നവർക്ക് വരാൻ പറ്റുമെങ്കിൽ മൂകാംബിക ദേവിയുടെ സന്നിധിയിൽ വന്ന് തൊഴുക. ഏറ്റവും വലിയ നമ്മളെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ പുണ്യം തന്നെയാണ്. ഞങ്ങളിപ്പോൾ ഇന്ന് വന്നിട്ട് 3-ാം ദിവസമായി. അത് നാളെ ആകുമ്പോൾ 4-ാം ദിവസം ഞങ്ങൾ മുരുടേശ്വരത്ത് പോകുന്നുണ്ട്. മുരുടേശ്വരത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മുരുടേശ്വരം കൂടെ പോയാൽ മാത്രമേ പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ യാത്രയായിട്ട്. നാളെ പോകുന്നുണ്ട് അവിടെ. നമ്മുടെ ഡ്രൈവർ കാക്കുടിക്ക് പോയിട്ട് ഇപ്പോൾ തിരിച്ച് വരും, വന്നിട്ട് യാത്ര തുടരും. നമ്മളിപ്പം നേരത്തെ കണ്ട സ്ഥലത്ത് നിന്നിട്ട് യാത്ര അടുത്ത് തിരിക്കുകയാണ്. സ്ഥലത്തേക്കുള്ള യാത്ര. കാപ്പ് കുടിക്കാനൊക്കെ നിർത്തുകയാണ്.
അതിലോട്ട് പോകാൻ വേണ്ടിയിരിക്കുന്ന ഓരോ ഫാമിലീസ്. നല്ല ക്ലൈമറ്റ്, വലിയ വെയില്, ചൂട് മാറ്റമില്ല. ഇവിടെ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഒരു സിറ്റിയാണ് ഇവിടുത്തെ. നമ്മൾ പോകുന്ന വഴിക്കുള്ള ചെറിയൊരു ആറാണ്. നേരത്തെ ഞങ്ങൾ പോയിട്ടുള്ളപ്പോ ഈ റോഡ് കംപ്ലീറ്റ് എന്താ പറയാ, ഈ കല്ലും കെട്ടയൊക്കെ ഉള്ള റോഡായിരുന്നു, ഓഫ് റോഡായിട്ട് കിടന്നത്. ഇപ്പം കുറച്ചുകൂടി നല്ല റോഡായിട്ടുണ്ട്. കുടജാദ്രി വരെ ഈ റോഡാണ്. എന്തേനാ നല്ല റോഡാണ്? ഇല്ല, ഓഫ് റോഡുണ്ട്. റോഡ് വരുന്നതേ ഉള്ളൂ. ഓഫ് റോഡ്. ഓ, കുറച്ച് ഓഫുകളാണ്. അത് കഴിഞ്ഞിട്ട് ഓഫ് റോഡ് ഉണ്ട്. ഒരു 6 കിലോമീറ്റർ വരെ ഓഫ് റോഡാണ്. എല്ലാം പൊളിഞ്ഞ് കിടക്കുന്നത്. അവിടെ റൈറ്റിലോട്ട് തിരിയുന്നത് കുറച്ച് കാലം ചിലപ്പോൾ. ഇവിടെ ഇൻകോബ്രയുടെ ഒക്കെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇവിടെ ഉള്ളിലൊക്കെ ഉള്ളതായിരിക്കും, നമുക്ക് കാണാനൊന്നും പറ്റില്ല. എന്തായാലും കാട്ടിലുണ്ടാവില്ല ഇൻകോബ്ര. നമ്മുടെ ഇവിടുത്തെ ചെക്ക് പോസ്റ്റിലെത്തി. ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ പോസ്റ്റ് ചെക്ക് പോസ്റ്റ് കട്ടിന ഹാൾ, കട്ടിന ഹാൾ അതുപോലെ പേര്. അതിന്റെ അടുത്ത് ബോർഡൊക്കെ എഴുതിയിട്ടുണ്ട്. പുലിയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ് എഴുതിയിട്ടുണ്ട്. പുലി ഉണ്ടോന്ന് അറിയില്ല. തന്നെ ഇവര് പോകുന്നുണ്ട്. നമ്മളിനി അടുത്ത് പോകുന്ന ഓഫ് റോഡാണ്. ഇനി അങ്ങോട്ട് ചില ഫോറസ്റ്റിന്റെ ഫുള്ള് അവരുടെ അധീനതയിലുള്ള സ്ഥലങ്ങളാണ് കുടജാദ്രിയിലുള്ളത്. നല്ല കോടയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. കംപ്ലീറ്റ് കണ്ടില്ലേ. വേറൊരു ഫാമിലി ഞങ്ങളുടെ ഫ്രണ്ടിലുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഓഫ് റോഡാണ്. കണ്ടില്ലേ, ഇനി ഓഫ് ആയ റോഡെന്ന് പറയുമ്പോൾ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ളതിൽ ഫോറസ്റ്റിന്റെ തിക് ഫോറസ്റ്റ് അവരുടെ അധീനതയിൽ മാത്രമുള്ള യാത്രയാണ്. ഇവിടുന്ന് പോകുന്ന വഴിക്ക് ആനിമൽസൊക്കെ ഉണ്ടെന്നൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. വെൽക്കം ടു മൂകാംബിക വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇനി അങ്ങോട്ട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റുമോ എന്നുള്ള വിശ്വാസത്തിൽ നമ്മൾ യാത്ര തിരിക്കാൻ. ഇവിടുന്ന് ഒരു ഫോറസ്റ്റിന്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ വന്ന് നമ്മൾ പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് പറ്റില്ല. ജീപ്പ് സവാരി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഇവിടുന്ന് അവർ അലൗഡല്ല. പ്ലാസ്റ്റിക് ഇവിടെ ഇപ്പോൾ എഴുതി വെച്ചിട്ടുള്ള ചില ഭക്തരോടുള്ള അഭ്യർത്ഥന. ശങ്കരാചാര്യ ധ്യാന മന്ദിറിൽ ഭക്തർക്ക് വഴിപാടായി പണം ഇടാൻ അനുവാദമില്ല. നമുക്ക് പൈസ കൊണ്ട് വെറുതെ കൊണ്ട് കളയേണ്ട ആവശ്യമില്ല. നമ്മൾ ഓഫ് റോഡ് യാത്ര ആരംഭിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു യാത്രയാണിത്. ചെലിക്കുഴിയോടുകൂടെ അതിന്റെ കുട്ടുകുഴിയും അങ്ങനെയുള്ള ഒരു യാത്ര ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ചെറിയ കുഴിയില്ല, ചെറിയ കുഴിയില്ല. നമ്മുടെ ഓഫ് റോഡ് യാത്രയാണിത്. അല്ലേ, റോഡ് കണ്ട നല്ല രസമുള്ള യാത്രയാണ്. ഇതിൽ കൂടെ കാട്ടിലൂടെയുള്ള യാത്രയാണ് ഞങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഏകദേശം എത്ര 4 കിലോമീറ്ററാ? 8 കിലോമീറ്റർ നമ്മള് ഈ യാത്ര ഇങ്ങനെ കുണ്ടും കുഴിയും കുഴിയായിട്ട് പോവുകയാണ്. കുറെ വർഷത്തിന് ശേഷമുള്ള ഒരു യാത്ര ഇങ്ങനെയാണ്. നമ്മള് യാത്ര കിട്ടിയ ഒരു അവസരം കൂടെ അതിൻ്റെ 8 കിലോമീറ്റർ യാത്ര നമ്മൾ ചെയ്യണത്. പ്ലാസ്റ്റിക് അങ്ങോട്ടൊന്നും കൊണ്ടുപോകാൻ പാടില്ല. നമ്മളിപ്പോ വണ്ടിയിൽ പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾ വാരി എറിയില്ല റോഡിലൂടെ എന്ന തീരുമാനം എടുത്തിട്ടാണ് ഞങ്ങളെ വരുന്നത്. തിരിച്ച് ആ പ്ലാസ്റ്റിക്കെല്ലാം ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. നമ്മുടെ ഓഫായ റോഡ് എന്ന് പറയുമ്പോൾ തന്നെയാണ് ഇത് പാടില്ല. ഓഫ് റോഡ് കംപ്ലൈന്റ് വീഡിയോ ഉണ്ട്. ഗ്രൂപ്പ് ഉണ്ടാക്കി അതായത് കുഴികളേ ഉള്ളൂ. രാവിലെയൊക്കെ പോയവര് നിർത്താൻ ഇറങ്ങി തുടങ്ങി. അവരൊക്കെ വണ്ടി വരുന്നുണ്ട്.
ഇവിടെ ചെറിയ ചെറിയ കുഴികളുണ്ട്. കുഴി കൂടെ ഇങ്ങനെ പിള്ളേരെ അവരുടെ സെൻഡ് ചെയ്ത് തരാൻ അനിമൽസിന്റെ ഒക്കെ ഉള്ളതാണ്. പക്ഷെ ഒരാളെയും കാണുന്നില്ല. അടിപൊളി അച്ഛൻ നോക്കണം. അടിപൊളി അടിപൊളി സ്ഥലം. ഇറങ്ങാൻ സമ്മതിക്കില്ല. നമ്മള് പോകുന്ന റോഡിന്റെ രീതിയാണ്. അമ്മേ ആഹാ കല്ല് മാത്രമേ ഇവിടെ എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ഒരു കണ്ടുള്ള കേൾക്കാത്തതായി കിടക്കുന്ന റോഡാണ്. ഇവിടെ കയറില്ല ഉറപ്പാണ്. നമ്മുടെ വണ്ടിയിൽ വന്ന് ക്ലച്ചൊക്കെ കരിഞ്ഞ് ഒരു പരുവാണ്. വണ്ടിയിൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരുടെ വിളിയാണ് കേട്ടോ. അതിന് വണ്ടി കയറി വരുന്നുണ്ട്. എന്നിലും ഒരു ചെറിയൊരു കമ്പ് കയറി അടിച്ചു. വണ്ടി തിരിഞ്ഞ് വേറൊരു ജീപ്പ് കയറിപ്പോയതാണ്. നമ്മുടെ ജീപ്പ് ഒന്ന് പോകട്ടെ. പുറകില് വേറെ ജീപ്പ് വരുന്നുണ്ട്. നമ്മള് ഇതിനകത്ത് വാവ് പിന്നെ അടിപൊളി റോഡ് വരാം. ജീപ്പ് കയറി പോകുന്നു പോകേണ്ട. Any extra trooper?
എത്ര ട്രിപ്പ് ഡെയിലി? ഒന്ന് എന്ത്? ഓ റേറ്റ് ഒറ്റ ട്രിപ്പ് ഉള്ളൂ അവർക്ക്. യാത്രയിൽ നമ്മളിപ്പോ നമ്മൾ തിരിച്ചു പോകാൻ 4-5 മണിയാവും തോന്നുന്നു. കണ്ടപ്പോഴേക്കും അല്ലേ? 5 മണിയൊക്കെ ആവും തോന്നുന്നു. അവിടെ എത്തുമ്പോ 9-10 12 1 മണിയൊക്കെ എടുക്കാം. ക്ലൈമറ്റ് കൊള്ളാം, നല്ല ക്ലൈമറ്റ്. ഇന്നലെ രാത്രി മഴയുണ്ടായിരുന്നല്ലോ, അതിന്റെ കോടയാണ്. കാടിന്റെ മണം വന്നു തുടങ്ങി, നല്ല മണം. പോകുന്ന വഴിക്കുള്ള റോഡ് കണ്ടില്ലേ? ഇവിടെ നിന്ന് വണ്ടി എന്ന് പറഞ്ഞാൽ അവിടെ വഴിക്കടാ പറയും. എങ്ങനെയുണ്ട്? റോഡ് നടന്നു കയറുന്നവരുണ്ട്, പക്ഷെ ഈ വഴിയല്ല, നടന്നു കയറാൻ വേറൊരു വഴിയുണ്ട്. അതുവഴി നടന്നു കയറാൻ പറ്റും. നല്ല ഗോപാലന്റെ ഒരാളുടെ ഹോട്ടലിന്റെ അവിടെ നടന്നു കയറാൻ പറ്റും. ഇവിടെ കൊഞ്ചിറവിൽ നിന്ന് കുട്ടനും പാർട്ടിയൊക്കെ വന്നപ്പോ അവര് നടന്നു കയറുകയാണ് ചെയ്തത്. എല്ലാം പാറ പൊട്ടിച്ച് എടുപ്പിക്കുന്നതാണ്.
ആ ജീപ്പിനെ അങ്ങോട്ട് ഈ യാത്ര സുഖമാണ്. അത് കുറച്ചുകൂടെ ഭയങ്കര ഇടിയാണ്. ഡേറ്റ്സ് ആണ് ഡേറ്റ്സ്. നാട്ടിലുള്ള ഒരു ഡേറ്റ്സ് ആണ്. പക്ഷെ അത് രുചിയില്ല. അങ്ങനത്തെ ഒരു ടൈപ്പാണ്. ഇപ്പൊ ഏകദേശം കുടജാദ്രി എത്താറായി. കുറച്ചിന് കോട ഇറങ്ങുന്നുണ്ട്. കോടയുണ്ട്, നല്ല കോടമഞ്ഞുണ്ട്. കോടമഞ്ഞും താഴ്വരയില്ല. ഇനി അവിടെ ചെന്ന് കുടജാദ്രിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ കുറച്ചു ദൂരം വരെ നടന്നാൽ മാത്രമേ ഇവിടെയൊക്കെ മഞ്ഞുണ്ടല്ലേ, ഒരു മാന് ക്രോസ് ചെയ്യുന്ന സ്ഥലമുണ്ട്. കോട ഇറങ്ങുന്നുണ്ടോ? നല്ല രസമുണ്ട് കേട്ടോ. കോട കണ്ട് ഇറങ്ങിക്കിടന്ന് അതിന് മുകളിലൊന്നും കയറി പോകാൻ പറ്റില്ല. നല്ല കോടയുണ്ട് ഇവിടെ. ഏകദേശം അടുത്തെത്താറായി. നല്ല കോട ഇറങ്ങുന്നു. കോട വരുന്നുണ്ട്. അടിപൊളി. താഴോട്ട് കാണുന്നില്ല. മൂകാംബിക പ്രാവശ്യം എന്തായാലും മൂകാംബിക കാണാൻ പറ്റും തോന്നില്ല. ഇറങ്ങേണ്ട സ്ഥലം
ജീപ്പ് ഇവിടെ വരെ ഉള്ളൂ ഞാൻ തോന്നുന്നത്. ജീപ്പ് ഇവിടെ ലാസ്റ്റ് നമ്മൾ ജീപ്പ് ഇടുന്ന സ്ഥലം ഇങ്ങനെ ഒതുക്കിയിടും. നമ്മൾ തിരിച്ച് അപ്പുറത്തേക്ക് പോയി അമ്പലത്തിലേക്ക് പോയിട്ട് കാണേണ്ട സാധനങ്ങൾ ശൂലം അവിടെ ഒരു ശൂലമുണ്ട്. ഞാൻ പറഞ്ഞു തരാം കേട്ടാണ്. ഇത് നമ്മുടെ കൂടെ ഇപ്പൊ വന്നവരാണ്. നമ്മള് ബാക്കിയുള്ളവരൊക്കെ അപ്പുറത്തോട്ടൊക്കെ പോയിട്ടുണ്ട് ഇതുവരെ. ബാച്ചില് വന്നവരാണ് വരുന്നത്. എന്റെ വൈഫാണ് ഫ്രണ്ടിൽ വരുന്നത്. ബാക്കി 2 ടീച്ചർമാർ, എല്ലാവരും ടീച്ചർമാരാണ് അവർ വരുന്നത്. എല്ലാരും കൂടെ അത്തിപ്പഴമുണ്ടോ? ദേവി അല്ല, മുഖാസുരനെ സംഭരിക്കാൻ വേണ്ടി ഈ ശൂലമാണ് ദേവി എറിഞ്ഞത്. ബാക്കിയുള്ള ഭാഗം പുറത്തോട്ട് വെളിയിൽ നിൽക്കേണ്ടത്. ഇത്രയും ഭാഗം ഇത് പണ്ട് ഇത് എനിക്ക് തോന്നുന്നു ഹായ്, നമസ്കാരം. ഞങ്ങളിപ്പോ കുടജാദ്രിയിൽ വന്ന അവിടെ തന്നെ ഇവിടെ ജഗദ്ഗുരു ആദിശങ്കരാചാര്യ ഇരിക്കുന്ന സർവജ്ഞ പീഠത്തിലുള്ള യാത്രയാണ്. പോകുന്ന വഴി ചിത്രമൂല ഗുഹയുണ്ട്, ഗണപതി ക്ഷേത്രമുണ്ട്. അതെല്ലാം ഈ പോകുന്ന വഴിക്കാണ്. പറ്റുന്നത് പോലെയൊക്കെ കാണിച്ചു തരാം. പക്ഷെ ഞങ്ങൾ അന്ന് വന്നപ്പോൾ ഈ വഴിയല്ല എന്നാണ് എനിക്ക് ചെറിയൊരു ഓർമ്മ. ഈ വഴി തന്നെയാണോ? ഇവിടെ കുറച്ച് സ്ഥലമേ ഉള്ളൂ, ബാക്കി നേരം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞങ്ങൾ പോയിട്ട് വരുള്ളൂ. നിങ്ങളെ മുന്നിൽ വേറെ ടീമുണ്ട്, നോക്കണേ. അവരുണ്ടോന്നാ? കോഴിക്കോട് അതെ, നമുക്ക് മുന്നില് പോയവരാണ് ഈ വരുന്നവര്. നല്ല എൻജോയ് ചെയ്ത് തിരിച്ചു വരാനും തോന്നുന്നു അല്ലേ? ഫോട്ടോ എടുക്കാൻ ഇത് കാടിനോടുള്ള വെള്ളം കൊണ്ടുവരുന്ന രീതിയാണ്. ഞങ്ങള് സർവജ്ഞ പീഠം കൈയടക്കാൻ വേണ്ടി ഞങ്ങൾ പോകുന്നതാണ്. അപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്ന ഒരു 2 ടീച്ചർമാർ വരുന്നവർക്കണ്ടേ, അതിപ്പോഴേ തുടങ്ങി. എനിക്ക് വയ്യേ എന്ന രീതിയിലാണ്. ഞങ്ങൾ നടന്നു തുടങ്ങി. കുറച്ച് മുകളിൽ കയറി കഴിഞ്ഞാൽ ഇത്രയും പ്രോബ്ലമുള്ള വഴിയല്ല, അത് നല്ല രീതിയിൽ നടന്ന് കയറാൻ പറ്റുന്നതിന്. കുടജാദ്രി കയറ്റമാണ്. പക്ഷേ ഞങ്ങൾ 22 വർഷം മുമ്പ് ഇവിടെ വന്നതാണ്. നാടകം അഭിനയിക്കാൻ വേണ്ടി വന്നപ്പോൾ പപ്പച്ചേട്ടൻ്റെ ട്രൂപ്പിൽ അന്ന് ഞാൻ നാടകം മൂകാംബികയിലുണ്ടായിരുന്നു, എൻ്റെ വിജയഗാഥ നാടകം. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ വന്നത്. പോകുന്ന വഴിക്കാണ് ഗണപതി ഗുഹയുള്ളത്. കാണുന്നുണ്ട്, അവിടെയാണെന്ന് തോന്നുന്നു സർവജ്ഞ പീഠം. മഞ്ഞുള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. അതെ മോനോ, യാത്ര എങ്ങനെയാ? പറഞ്ഞോടാ, ഇഷ്ടപ്പെട്ടോ? ഒന്നും മിണ്ടുന്നില്ല, തളർന്നത്. എങ്ങനെയുണ്ട് യാത്ര? ഇഷ്ടപ്പെട്ടോ? അതെയാണ്. എവിടെന്നാ?
കൊല്ലം അല്ലേ? ആ എറണാകുളം. ചെറിയ പിറവത്ത് ഇവിടെ നിന്നൊക്കെ രാവിലെ വന്നവരാണ് തിരിച്ചറിയുന്നത്. പിന്നെ ഇവിടെ 470 രൂപയാണ് നമുക്ക് ഈ യാത്രയിൽ ഒരു വണ്ടിക്ക് ഒരാൾക്ക് ഒരു പേഴ്സൺ അവർക്കാകുന്നത്. ഇരുന്നോ? അല്ലല്ല, പോകുന്ന മുകളിലാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ രാവിലെ പോയവരാണ് തിരിച്ചിറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? അടിപൊളിയായിരുന്നു. എവിടെ സ്ഥലം? തൃശ്ശൂർ. നമ്മുടെ കൂടെ ഉണ്ട്, 2 പേരുണ്ട്. നല്ല കോടയുണ്ട് കേട്ടോ. ഏകദേശം 9:30 മണിയൊക്കെ ആയതുള്ളൂ നല്ല കോട ഇറങ്ങിയത്. സർവജ്ഞപീഠം കീഴടക്കിയായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കൊള്ളാം. എവിടെ സ്ഥലം? തൃശ്ശൂരാണ്. ഓക്കെ, എല്ലാരും തൃശ്ശൂരിൽ തന്നെ. ഓക്കെ, മോളു എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കൊള്ളാമോ? ആ ശരി, ഓക്കെ. വരുന്നുണ്ടായിരുന്നു അവര്. കാടിന്റെ മക്കളിലൊരാളാണ്. അപ്പൊ അനങ്ങുന്നില്ല, എന്തോ പറ്റി. എന്തേ? നിറം മാറുന്നുണ്ട്. കാടിന്റെ മക്കളില് ഒരാളാണത്. നമ്മള് 80 വയസ്സായ പെരുമ്പാവൂരുള്ള അമ്മയുടെ കൂടെയാണ് ഇവരെല്ലാരും വരുന്നത്. ചെറുമക്കൾ എല്ലാരും ഉണ്ട്. മോളുടെ പേര്? അനുശ്രീ. ചേച്ചി? നിര. ഇവർക്കൊക്കെ വൈറലാവണമെന്ന് പറഞ്ഞു. നമ്മുടെ ചാനൽ വഴി ഇവര് വൈറലാവട്ടെ. അമ്മ കയറി വരുമല്ലോ അല്ലേ? ഓക്കെ, ധൈര്യമായിട്ട് വന്നോളൂ. നമ്മൾ എത്തി കേട്ടോ. നിങ്ങളെ കൂടെ വരാൻ വേണ്ടി ഞങ്ങള് 1/2 മണി കുറച്ചുകൂടെ ഉള്ളു. അറിയാം, എനിക്കറിയാം. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നല്ലേ? ഓക്കെ.
നമ്മളവിടെ ജീപ്പിൽ വരുമ്പോൾ നമുക്ക് മുന്നിലുണ്ടായിരുന്ന ഫാമിലി അവർ തിരിച്ചിറങ്ങുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മോളു? എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ഇഷ്ടമായ? പറയൂ. ഇഷ്ടമായി. ഓക്കെ, ശരി. അപ്പോൾ കാണാം നമുക്കത്. ഓക്കെ, നമുക്ക് മുന്നിൽ പോയവരാണ്. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? കുഴപ്പമില്ല. നിങ്ങളെവിടെ തൃശ്ശൂരിൽ നിന്നാണോ? കൊടുങ്ങല്ലൂർ. ഓക്കെ. നമ്മുടെ മുന്നിൽ വന്ന ആൾക്കാരാണ് അവർ, നമ്മളെ കണ്ടിരുന്ന നേരത്തെ. എങ്ങനെയുണ്ടായിരുന്നു മോളു യാത്ര? ഇങ്ങോട്ട് നോക്കി, ഇവിടെ നോക്കി പറഞ്ഞേ. മൊബൈലിൽ നോക്ക്, നാണം വരുന്നു. അയ്യോടാ. മോള് പറ, എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നു. ഓക്കെ. എവിടെ സ്ഥലം? എവിടെ? വയനാട്. ഓ, സർവജ്ഞ പീഠത്തില് ഞങ്ങൾ എത്തുന്നുണ്ട്. ആചാര്യര് പണ്ട് നടന്ന് ഇവിടെ വന്നാണ് ദേവിയെയും കൊണ്ട് മൂകാംബികയിലാക്കിയിട്ട് ഇവിടെ വന്ന് തപസ്സിരുന്ന സ്ഥലം. ഞങ്ങള് ആചാര്യര് പണ്ട് വന്നിരുന്ന സ്ഥലമാണ് സർവജ്ഞ പീഠം. പുള്ളി ഇത്രയും ദൂരം നടന്ന് ഇവിടെ വന്നിരിക്കണമെങ്കിൽ പുള്ളിയെ സമ്മതിച്ചേ പറ്റുള്ളൂ. നമ്മളൊക്കെ ഇത്രയും നടന്നതിന് തളർന്നില്ലേ? വേണ്ടല്ലേ? ഇവർ ഞങ്ങൾക്ക് മുമ്പ് വന്നവരാണ്. അവർ വന്നു ആചാര്യരെ കണ്ടിട്ട് തിരിച്ചിറങ്ങി നിൽക്കുകയാണ് അവര്. നിങ്ങൾ എവിടെ സ്ഥലം? കോട്ടയംകാരാണ് അവര്. പട്ടാമ്പി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി യാത്രയല്ലേ? ഓക്കെ. ഇതാണ് സർവജ്ഞ പീഠം. ഇവിടെ വേറെ അവർ പറയുന്നുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ ആചാര്യരിക്കുന്ന അവിടെ പൈസയോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല എന്നൊക്കെ പ്രത്യേക രീതിയിലാണ്. ഇവിടെ ഇട്ടിട്ട് കാര്യമില്ല, അതാണ് സത്യം. ആരും വന്ന് എടുത്ത് പോകാനോ ഒന്നും ആളില്ല അവിടെ. ഇവിടെ പറയുന്നുണ്ട് പൈസ നീട്ടാൻ പാടില്ല എന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അത് കാണാത്തവരാണ് ഇവിടെ ഈ പൈസ കൊണ്ടിടുന്നത്. എന്തായാലും ഇവിടെ വരുന്ന ആർക്കെങ്കിലും കിട്ടുമായിരിക്കും പൈസ. നമ്മള് ഇതുവഴിയാണ് താഴെ ഒരു ചിത്രമൂല ഗുഹയുണ്ട്, അതിൽ പോവേണ്ടത് ഇതുവഴി ഇറങ്ങിയാണ് പോവേണ്ടത്. പക്ഷെ ഇപ്പം അത് അടച്ചു പൂട്ടിക്കുന്നു. ഇപ്പം ആരും അങ്ങോട്ട് യാത്ര അലൗഡ് അല്ലെന്ന് തോന്നുന്നു. ഇവർ തന്നെ ചെയ്തു വെച്ചതായിരിക്കും. വരുന്നവരൊക്കെ ഇവിടെ എന്താ മിസ്യൂസ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ അടച്ചു പൂട്ടും. ഇവിടെ നിന്ന് താഴെ നടന്ന് കുറച്ച് ദൂരം പോകണം. കുറച്ച് ദൂരം പോകുമ്പോൾ ഒരു മലയുടെ മുകളിലാണ്, മലയുടെ മുകളിൽ ഗുഹയാണ്. ഗുഹയ്ക്കകത്താണ് ഒരു ക്ഷേത്രമുള്ളത്. അവിടെ നേരത്തെ ഒരു സ്വാമിമാരൊക്കെ വന്ന് ഇരിക്കാറുണ്ട്. ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ 22 വർഷം മുമ്പ് ഇവിടെ വന്നപ്പോൾ കണ്ടത് ആ കാഴ്ചകളാണ്.
അല്ലല്ല, അത് ആചാര്യയുടെ എന്തായാലും സർവജ്ഞയുടെ സർവജ്ഞയുടെ ചിത്രം പോലെ പോകാൻ പറ്റില്ല ഇപ്പൊ, അവിടെ തടസ്സമുണ്ട്. ഓ, അനുവാണോ? ഞങ്ങളിപ്പോ സർവജ്ഞ വീട് കഴിഞ്ഞു. അവിടെ ഭഗവാന്റെ മുമ്പിൽ പോയി ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചിറങ്ങി. അപ്പൊ ഞങ്ങളുടെ കൂടെ വന്നവരൊക്കെ നമ്മുടെ ആന്റിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥി ഇതാണ് യൂട്യൂബറാന്ന് പറഞ്ഞത്. പിന്നെ എന്ത്, നമ്മുടെ മധുരം പങ്കിടുകയാണ് നമുക്ക് എല്ലാവർക്കും കൂടെ. ഫോളോ തന്നു. അത് നമ്മൾ സർവജ്ഞ വീടും കീഴടക്കി ഞങ്ങളിനി തിരിച്ച് താഴോട്ട് പോവുകയാണ്. ഓക്കെ, എന്തായാലും ഞങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ പങ്കെടുത്തതിൽ ഒരുപാട് സന്തോഷം. ഇനിയും നല്ല നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ മുന്നിൽ വരുന്നതായിരിക്കും. ഇപ്പോൾ മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ കൊടുക്കുക, അതേപോലെ ഓളം കൊടുക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഓക്കെ, നിങ്ങളുടെ കൂടെ വന്നവരാണിത്. വെയിറ്റ്. പോലടാ നല്ല സുഖല്ലേ? വെള്ളത്തിന് നല്ല പഴക്കമുണ്ട്. വന്നോ? നടന്നോ? കുഴപ്പമില്ല. കൊടിച്ചാതയുടെ പ്രധാനപ്പെട്ട പ്രതിഷ്ഠയാണിപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത്. ഹാർട്ട് ഓഫ് ദ എവറസ്റ്റ്. ഇത് മധ്യഭാഗം മെയിൻ അമ്പലം. 5 മുഖത്തുള്ള ഗണേശൻ, നടുവിൽ ശിവലിംഗം, മഹേശ്വരി, പാർവതിയാണ്. 3 പ്രതിഷ്ഠകളാണ് ഇവിടെ. സസാംബാലയ എന്നിട്ട് പറയും. ശിവനും ഗണേശനും പിന്നെ ദേവി 3 ഒരേ പീഠത്തിൽ ഇരിക്കുന്നതാണ് ഇവിടെ. ആദ്യയുഗത്തിൽ സപ്തഋഷികൾ ഹിമാലയത്തിൽ പ്രതിഷ്ഠ ചെയ്ത് പൂജിച്ച വിഗ്രഹങ്ങൾ. 1-ാം യുഗത്തിൽ ലോകക്ഷേമാർത്ഥമായിട്ട്. 2-ാം യുഗത്തിൽ മലയുടെ വന്നു രാമരാവണ യുദ്ധകാലത്തിൽ
മൂന്നാം യുഗത്തിലെ മൂകാസുരന്റെ വധയ്ക്ക് വേണ്ടിയിട്ട് കോല മഹർഷി ഇവിടെ വന്ന് അമ്മയുടെ പ്രാർത്ഥന ചെയ്യും. പിന്നെ കലിയുഗത്തിലെ ആചാര്യ ശങ്കർ ഇവിടെ വന്നു ദേവി കണ്ടു. വിദ്യ ബുദ്ധിക്ക് വേണ്ടിയിട്ട് സർവ്വ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് സ്തുതിച്ച് സാക്ഷാത്കരിച്ചത് ഇവിടെയാണ്. ദേവി പ്രത്യക്ഷപ്പെട്ട യഥാർത്ഥ സ്ഥലമാണിത്. ആചാര്യ ശങ്കർക്ക് ഇവിടെ ഇരിക്കുന്ന 64 തീർത്ഥങ്ങൾ കൊല്ലൂരിൽ സൗപർണിക്കായിട്ട് പോകും. അപ്പോൾ കൊല്ലൂരിൽ തീർത്ഥത്തിൽ ആരംഭത്തിലുള്ള വെള്ളങ്ങൾ ഉദ്ഭവിക്കുന്നത് ഈ മലയിലാണ്. അമ്മയുടെ ആദ്യത്തെ സ്വരൂപം ഉദ്ഭവിക്കുന്നത് ഇവിടെയാണ്. ആരൂഢം മൂലസ്ഥാനമാണിത്. ഇങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഐതിഹ്യം. ശരി. പവിത്ര ഭട്ട് വാനപ്രസ്ഥത്തിലെ ഞങ്ങൾ അച്ഛരുടെ സ്റ്റോറിയാണത്. MT വാസുദേവൻ നായർ പരമ്പരയായിട്ട് വന്നവരാണ്. ഇവിടെ 2-3 അമ്പലങ്ങളുണ്ട്. പക്ഷെ പ്രധാനമായിട്ടുള്ളത് ഇവിടെയാണ് മൂലസ്ഥാനം. ഞാനിവിടെ വന്നിട്ടുണ്ട് നേരത്തെ. തിരുവനന്തപുരത്ത് കൊഞ്ചവിള ഒപ്പന സംഘവും നാടകം അവരുടെ അച്ഛനൊക്കെയുള്ള സമയത്ത് വന്നിട്ടുണ്ട്. പരമേശ്വര ഭട്ട് അച്ഛനാണ്. 22 വർഷം മുമ്പ് ഇവിടെ നാടകത്തിൽ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങളിവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വൈൽഡ് ലൈഫ് യുനെസ്കോ അണ്ടറിൽ പോയിട്ടുണ്ട്. ഇപ്പോ സ്റ്റേ ഇവിടെ ഞങ്ങളെ വീട്ടിലല്ല ആളോ ഇല്ല. ഗസ്റ്റ് ഹൗസ് ഉണ്ട്, സാധാരണ ഏർപ്പാട് ചെയ്ത് കൊടുത്തോളൂ. വളരെ മംഗലം പറട്ടെ, നല്ലതാണ്. കുടജാദ്രിയിൽ അവിടുത്തെ നല്ലൊരു കാഴ്ചയാണ്. മുകളിൽ നിന്ന് ഉറവ വെള്ളം അവിടെ നിന്ന് വന്ന് നേരെ ഇവിടെ വന്ന് ഇതിൽ വീഴുന്നുണ്ട്. ഇവിടെ അടികയുടെ വീടാണിത്, ഇവിടുത്തെ കോവിലിൽ പൂജ ചെയ്യുന്ന ആളുടെ. ഇവിടുത്തെ ഒരു മന്ദിരമാണ്. മന്ദിരം കോവിൽ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഭജനയൊക്കെ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇനി സമയമില്ല. ഇവിടുത്തെ പൂജ നടക്കുന്ന അടികയാണ്.